ഗൈസ് ഇപ്പൊ സമയം രാത്രി 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കാണ്. നമ്മള് ദുബായില് സാധാരണ എല്ലാരും ചെയ്യാറില്ലെന്ന് വെച്ചാൽ വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങും. അത് നൈറ്റ് ഡ്രൈവ് എന്ന പേരിൽ. അതെ, ഒന്നില്ലെങ്കിൽ ചിലപ്പോ കരാമയിലേക്കായിരിക്കും, ചിലപ്പോ കിസൈസിലേക്കായിരിക്കും, അടുത്ത് എവിടെയാണോ നല്ല മലയാളി ചായക്കടകളുള്ളത് അവിടേക്കായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ളത് കരാമ എന്ന് പറയുന്നത് ദുബായിയുടെ ഹൃദയാന്ന് വേണമെങ്കിൽ പറയാം. ലിഫ്റ്റ് അമർത്തിയില്ലേ നീ? ഓക്കെ, അതെ. അപ്പൊ നമ്മള് കരാമയിലേക്ക് പോവുകയാണ്. കരാമയിലത്തെ ഒരു നൈറ്റും സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ വരാൻ പോകുന്നത്. പണ്ട് നമ്മള് ഈ പ്രാവശ്യം വന്നിട്ട് കരാമയിൽ ഇതുവരെ വന്നില്ല. കരാമ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. ഭയങ്കര പണ്ടും തിരക്കായിരുന്നു, പക്ഷെ കുറച്ചും കൂടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി എന്നൊക്കെ കേട്ടു. അപ്പൊ കരാമ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത്, എന്തൊക്കെ സംഭവങ്ങളുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒപ്പം ചായയും കുടിക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ നൈറ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചൂട് കുറവാണോ? നമ്മൾ ഇറങ്ങിയതുകൊണ്ടായിരിക്കും, അറിയില്ല. നല്ലൊരു ചെറിയ ചൂട് കുറവ്. എങ്ങനെയുണ്ടെന്ന് നൈറ്റിൽ ദുബായ്? നൈറ്റിലാണ് ദുബായ് ഏറ്റവും രസം കാണാൻ. അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് രാവിലെ ഇറങ്ങിയ ഒരു മണലാരണ്യം സെറ്റപ്പ് ആയിരിക്കും, പക്ഷെ രാത്രി സുന്ദരിയാ ദുബായ്. കാരണം ഫുൾ ബിൽഡിംഗ് ഒക്കെ ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര വൈബാ, വേറെ തന്നെ ഒരു വൈബാ. അതാണ് ഈ നൈറ്റ് ഡ്രൈവ്. പിന്നെ ഈ പറയില്ലേ നൈറ്റ് ലൈഫ് കൂടുതലാണ് ദുബായിൽ നിന്ന്. ദുബായിലല്ല, എല്ലാ GCC കൺട്രിയിലും ഉണ്ട് തോന്നുന്നു, എസ്പെഷ്യലി ദുബായില്, UAE. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ നൈറ്റ് ഡ്രൈവ് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. കം ഓൺ ഗൈസ്. അങ്ങനെ നമ്മൾ കരാമ ചമ്മലല്ല, നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ മലയാളികളും കരാമ സെന്ററിന്റെ അകത്ത് ഇതാണ് കരാമ സെന്റർ. അകത്ത് ഇങ്ങനെ കൊറേ ഷോപ്സ് ആട്ടോ. നമ്മുടെ വാച്ചുകളുടെ അല്ലെങ്കിൽ ഐഫോണിന്റെ കവറിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ, ഇങ്ങനെ റീസണബിൾ റേറ്റിൽ വിൽക്കുന്നത്. എല്ലാം മലയാളികളുമാണ്. അതെ, പക്ഷേ അത് മാത്രല്ല, ആൾക്കാരുടെ മുഖം ഇവിടെ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് ദുബായില്. സാധാ മോള് പോലെയല്ല, കുറച്ച് കൺജസ്റ്റഡും ആണ്, നല്ല തിരക്കുമാണ്. അതെ, അത് കാരണം നമ്മള് എങ്ങാനും വന്നാ പണി പാടും. അതെ, നമുക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മള് റോട്ടിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഒരു വലിയൊരു കാർ പാർക്കിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മള് റോട്ടിലേക്ക് പോണു ഗൈസ്. ഒരു ചായ കിട്ടാൻ വേണ്ടിട്ടുള്ള നടത്തത് ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര വൈബാട്ടോ. ഭയങ്കര തിരക്കും ഭയങ്കര ക്രൗഡും പിന്നെ കുറേ കടകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. എനിക്കൊന്ന് വില പേശിയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നു. അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ പറ്റണേ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വലിയൊരു മോസ്കും ഉണ്ട്. അമ്മയും മുന്നും ഡിജയൊക്കെ വന്ന സ്ഥിതിക്കുന്നു സമയത്ത് അവിടെ കാർ ഇട്ടിട്ട് നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നോക്കി, വേറെ എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പാർക്ക് ചെയ്ത് കാറ്. എന്നിട്ട് നമ്മള് ഇവിടുന്ന് ലസ്സി കുടിക്കാൻ, എന്തൊരു ഓർമ്മ ദൈവമേ എനിക്ക്. എന്നിട്ട് നമ്മള് ലസ്സി കുടിക്കാൻ പോയി ഇവിടുന്ന്. ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര രസമാട്ടോ. ഇവിടെ ഫുൾ ഓൺ എനർജിയാണ്, ഫുൾ ഓൺ വൈബാണ് ഇവിടെ. ഇതിൻ്റെ അകത്ത് മുഴുവൻ ഷോപ്പിംഗ് സംഭവങ്ങളാണ്. പുറത്തിറങ്ങുകയാണെങ്കിൽ ഫുള്ള് റെസ്റ്റോറൻറ്റുകളായിരിക്കും കേട്ടോ. കഫേ, പിന്നെ നല്ല നല്ല എന്താ പറയാ, വെളിച്ചത്തേക്ക് വരട്ടെടാ. ഇവിടെ വന്നിട്ട് കുറെ ഫിലിപ്പീനോസും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മലയാളികൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്നത് ഫിലിപ്പീനോസിനെ ഞാൻ തോന്നുന്നു. അവരുടെ കുറെ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഗള്ളികളൊക്കെ കഴിഞ്ഞു, കാർ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ സ്ട്രീറ്റിലേക്ക് പോവാണ്. ഒന്നും മിണ്ടൂല, തീരുമാനമായി. ഇറ്റ്സ് എ സൈലന്റ് വ്ലോഗ് ഗൈസ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ആട്ടോ, ഫുൾ AC ആണ്. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞുള്ളൂ. ബസ് ഊതുമെത്ത 14 കയറി പോട്ടെ. ഞാൻ നല്ല ചൂട്. നമ്മൾ അങ്ങനെ ഫിഷ് ബിരിയാണി, ഞാൻ ഫിഷ് ബിരിയാണി കഴിക്കാൻ പോണു. കഴിച്ചിട്ടെന്താ കട്ടൻ ചായ, മിന്നിട്ട കട്ടൻ ചായ. ഞാൻ ഫിഷ് ബിരിയാണി കഴിക്കും. കരാമയിൽ വരുമ്പോൾ ഒരു ചായ കുടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്താട്ടോ ഞാനിവിടെ വന്നേ. ഞാൻ കരുതിയില്ല തള്ള വന്നിട്ട് ബിരിയാണി ഓർഡർ ചെയ്യുന്നു. ഇവളാണെങ്കിൽ ഇപ്പോൾ ഫിഷ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ബിരിയാണി കഴിക്കാൻ എനിക്ക് അത്ര മൂഡില്ല. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ഷവർമ്മ കഴിക്കണം എന്നുണ്ട്. അപ്പോൾ പുറത്ത് ഒരുപാട് ദുബായിലത്തെ ബിരിയാണി അടിപൊളി നമ്മുടെ നാട്ടിലും കിട്ടുമല്ലോ. ഷവർമ്മ ദുബായിലത്തെ ഒരു സ്പെഷ്യലാണ്. പിന്നെ ഇവിടുന്ന് ചായ കുടിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. പുറത്തിരുന്ന് കുടിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം, പക്ഷേ പുറത്ത് ഭയങ്കര ചൂട്, അല്ലെങ്കിൽ നമ്മൾ പുറത്തിരുന്നായിരിക്കും കുടിക്കണ്ടാവുക. എന്തായാലും നമ്മുടെ ഫുലൈമാനി എന്ന് പറയില്ല അല്ലേ, മിൻറ്റ് ടീ,
മിൻറ്റ് ടീ ഓൾമോസ്റ്റ് കഴിയാറായി. ബിരിയാണിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇറ്റ്സ് എ കരാമ വൈബ് ഗൈസ്. അത് വേറെ ഒന്നല്ല, നമുക്ക് വേണമെങ്കിൽ ഉറക്കെ സംസാരിക്കാം ഇവിടെ വന്നിട്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറേ. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് എല്ലാവരും പറയും. പക്ഷെ നമ്മളൊരു പൊതു സ്ഥലത്താവുമ്പോൾ മറ്റുള്ളവരുടെ ഒരു ഇൻകൺവീനിയൻസ് കൂടി. ഓക്കെ, വെറും ഫിഷ് ബിരിയാണി അല്ല, വാഴലയിലുള്ള നല്ല ഫിഷ് ബിരിയാണിയാണ് നമ്മൾ കഴിക്കാൻ പോണേ. സാധാരണ സാധാരണ എല്ലായിടത്തും ചോദിക്കുമ്പോൾ കിട്ടാറില്ല, പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ തൊണ്ട ഭാഗ്യം. കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടുണ്ട് കേട്ടോ. ഫുഡാ കുഞ്ഞരി കഴിച്ചാൽ ഇഷ്ടാവും. ഒരു പിടി തരട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഷവർമ. അടിപൊളി, നല്ല മസാല കേട്ടോ. നല്ല ഓവർ മസാല ഒന്നല്ല, നല്ല ഫിഷിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും തോന്നുന്നു. ഞാൻ പീസ് എടുത്തോട്ടെ. ഫിഷ് കഴിച്ചില്ലേ? ഫിഷല്ല, മസാല എടുത്ത്. സാധാരണ ബിരിയാണിയിൽ അധികം മസാല എനിക്കും ഇഷ്ടമല്ല, അജയിച്ചാനും ഇഷ്ടമല്ല അല്ലേ. ഇതിലും തീരെ മസാല, ആവശ്യത്തിന് മസാലയുള്ളൂ. ഇങ്ങനെ ബിരിയാണി എടുക്കണ ആരാന്നൊന്ന് പറയണേ. ഞാൻ എടുത്തില്ലല്ലോ, ചെയ്യട്ടെ. എങ്ങനെ പുള്ളി അങ്ങനെയല്ലേ വീഡിയോ ചെയ്യാ. ചേട്ടാ ഫുൾ ടൈം പുള്ളിയുടെ വീഡിയോ ഇരുന്ന് കാണും. ആൾക്ക് ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിട്ടുണ്ട്, പക്ഷെ ആള് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ആസ്വദിച്ച് കഴിക്കണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. എത്രത്തോളം ആസ്വാദനം റിയൽ ആണെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഇത് അടിപൊളി ഗൈസ്. താങ്ക് യു അജയ് ചേട്ടാ. ചേട്ടനൊരു സർപ്രൈസ് പോലെയായിരുന്നു. ഇവിടെ വന്നിട്ട് അജയ് ചേട്ടൻ ഫിഷ് ബിരിയാണിയാണോ കഴിക്കണേ, ആ ഒരു ഫീലായിരുന്നു. താങ്ക്സ്. പപ്പടമില്ലാണ്ട് എന്ത് ബിരിയാണി. അങ്ങനെ ഫിഷ് ബിരിയാണി കഴിച്ചു. ഞാൻ നല്ല എനർജറ്റിക് ആയി. മിസ്റ്റർ അജയ് സ്റ്റീഫൻ സ്റ്റിൽ ഷവർമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മള് ബിരിയാണി കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു മധുരമാവാലോ. അപ്പൊ നമ്മള് ഞാൻ ഇങ്ങനെ മറ്റേ പരസ്യം പറയണ മാതിരി ബിരിയാണി കഴിച്ച സ്ഥിതിക്ക് ഒരു മധുരമാവാലോ. ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര എനർജി ആയി. അപ്പൊ ഇപ്പൊ എന്നെ സംസാരിക്കാൻ സമ്മതിക്കാണ്ട് ഫുൾ അങ്ങോട്ട് തള്ളി വിടാ തള്ള. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കരാമയിലൂടെ ഒന്ന് നടക്കാന്ന് വിചാരിക്കുകയാണ്. ഇവിടുത്തെ സ്ട്രീറ്റുകളിലൂടെ ഒന്ന് നടക്കണം. കുറച്ച് ദൂരെയായിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു സ്വീറ്റ് ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പറയാം എത്തിന്ന്. കറക്റ്റായിട്ട് നമുക്ക് എത്തുമെന്ന് അറിയില്ല. അത് കാരണം കാട്ടിലാണോ അല്ല, മാപ്പ് നമ്മുടെ തെറ്റിപ്പോകുമല്ലോ. അപ്പൊ അറിയില്ല. എത്താണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടൊരു പായസം ഐസ്ക്രീം കഴിക്കണം എന്നുണ്ട് കേട്ടോ. ഫേമസ് സംഭവം കാണിച്ചുതരാം. അതെ, ഇപ്പൊ നമ്മൾ കഴിച്ചത് സെയിൻസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ബിരിയാണി ആയിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. ഒരു കരാമ ബിരിയാണി വൈബിന് ശേഷം ഇനി പായസം ഐസ്ക്രീം കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. പണ്ടേ തെണ്ടിത്തിരിഞ്ഞ സ്ഥലങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ പെട്ടെന്ന് ഇതപ്പോ ചായ കുടിക്കുന്നു. പാലട പായസം വെരി നൈസ്. പ്ലെയിൻ പാലട പായസം അല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ സിൻഡ പാലട പായസം ക്ലാസിക് വാങ്ങി. സോറി, പായസം ഐസ്ക്രീം വാങ്ങി. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. ക്ലാസിക് എനിക്ക് ഭയങ്കര ഇഷ്ടം. ക്ലാസിക് ആയിട്ടുണ്ട്. ഇതാട്ടോ കേസ് നമ്മുടെ സിൻഡ പാലട പായസം ഐസ്ക്രീം. അപ്പോൾ ഇത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ട്രൈ ചെയ്യുക. ആക്ച്വലി ഐസ്ക്രീം പായസം കൂട്ടി കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ്. ഒരു കുറേ ഫ്ലേവർ ഉണ്ട് ഇവിടെ. നമ്മളിതിൻ്റെ ക്ലാസിക്കാണ് സെലക്ട് ചെയ്തത്. സംഭവം അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കരാമയിലൊക്കെ കറങ്ങി അടിച്ച് തിരിച്ച് കാറിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് വന്നു. ഇനി 10 മിനിറ്റ് കൂടിയാണ് നമ്മുടെ പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ആകെ വേർത്ത് നമ്മൾ അവശരായി ആക്ച്വലി ഈ ഒരു നടത്തത്തിൽ. നമ്മൾ ഏകദേശം എത്ര മണിക്കൂർ നടന്നു? 2 മണിക്കൂർ നടന്നു അല്ലേ? വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ അറിയാതെ ഇന്ന് ചൂട് കുറവാണല്ലോ എന്ന് പറഞ്ഞതിൻ്റെ ഇത് കൊണ്ടാണോന്ന് അറിയില്ല, വേർത്ത് കുളിച്ചു ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും കരാമയിലത്തെ ഒരു നൈറ്റ് ലൈഫ് സംഭവമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. എനിക്കറിയാം 100% എനിക്ക് അതിനോട് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല. ബിക്കോസ് ഐ എം ഷൈ. എല്ലാവരും കാണിക്കാനും എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിയാവുന്ന രീതിയിൽ ഞാനിതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കരാമയിൽ ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തണുപ്പുള്ള ടൈമിൽ പോകുന്നതാണ്. ഈ ചൂടത്ത് ഇതിലൂടെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർത്ത് കുളിച്ച് അവശരാവും. എവിടേക്കാണോ പോകേണ്ടത് അവിടെ പോവുക, ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യുക, തിരിച്ചു വരാം. അതാണ് ഏറ്റവും ബെറ്റർ ആയിരിക്കുക. നിറയെ ആൾക്കാരുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പേടി കാരണം അജയിച്ചേട്ടൻ ഷവർമയും കഴിച്ചില്ല ഗൈസ്.
ആ ഷവർമയും കഴിച്ചിട്ടില്ല. ഞാൻ പക്ഷെ നല്ലോണം ബിരിയാണി ഒക്കെ ഇല്ല എനിക്ക് ദഹിച്ചു. ഇല്ല എനിക്ക് ആ റെസ്റ്റോറൻറ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു മൂഡ് കിട്ടിയില്ല. അവിടെ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മളോട് അവസാനിപ്പിക്കുന്നു. ചെറിയൊരു വ്ളോഗായിരിക്കും ഇത്. എന്തായാലും കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നാളെ കാണാം ഗൈസ്. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ.